അപ്പോൾ ഹോട്ടൽ സ്റ്റൈലിൽ അങ്ങനെ നമുക്ക് കിഴങ്ങ് കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ചട്ടിയിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ സവോള, അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക്, ബീറ്റ്റൂട്ട് ചെറിയ പീസ് കട്ട് ചെയ്ത്, ഇഞ്ചി ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നീളത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 കിലോ കിഴങ്ങാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങി ഉടച്ചതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് അതിന് ശേഷം നമുക്കൊരു 300 മില്ലി മിൽമ പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിൽമ പാലാണ് ചേർത്തത്. നിങ്ങൾക്ക് ഏത് പാൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അതും ചേർത്ത് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക്. അതുപോലെ അപ്പോൾ നമ്മുടെ ലൂസിന് അനുസരിച്ച് നമുക്ക് വെള്ളവും പാലൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാൽ വെച്ച് തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല. അപ്പോൾ നമുക്കിത് പൂരിക്ക്, അതുപോലെ ചപ്പാത്തി, അങ്ങനെയുള്ള ഐറ്റംസ്, രാവിലത്തെ എല്ലാ പലഹാരത്തിനും നമുക്കിതൊരു അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ ഇത് ഹോട്ടൽ സ്റ്റൈലായിട്ടുള്ള കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഐറ്റംസായിട്ട് വീണ്ടും കാണാം.